ഒരു 10-14 വർഷങ്ങളായി കാണും മേ ബി. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ടായിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആൻറ്റി, സാറാമ എന്ന് പറയുന്ന ഒരു ആൻറ്റിയാണ്. സാറാമ ആൻറ്റി. ആൻറ്റി പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഞാനിവിടെ ഇരിക്കുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ? ഞാൻ അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. ഈ ആൻറ്റി വർഷങ്ങളായിട്ടോട്ടിരിക്കുന്ന ആൻറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ വിരോധം? ഒരു വിരോധമില്ല. കുറച്ചു നേരം പിന്നെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ പണിയും, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും കള്ളൻ വരുന്നു, ദൈവം വരുന്നത് തൻ്റെ സഭയെ പണിയും, ശത്രു പൊളിച്ചത് പണിയാനാണ് എന്നുള്ള വചനം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ സഹോദരി ഇപ്രകാരം പറഞ്ഞു, അപ്പോൾ എന്നെ ഇവിടെ ഇരുത്തിയല്ലേ? അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഞാൻ പതുക്കെ അടുത്ത് ചെന്നപ്പോഴത്തേന് നാളുകളായി ആ വ്യക്തിക്കെതിരെ നിന്ന ഇരുളിൻ്റെ ശക്തി ആ വ്യക്തിക്കെതിരെ മാത്രമല്ല, കുടുംബത്തിനെതിരെ മാത്രമല്ല, സഭയ്ക്കെതിരെ നിന്ന ദേശശക്തി ഇപ്രകാരം പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒരു കൊട്ടിപ്പാട്ട് വേണ്ട, ഇവിടെ ഒരു കയ്യടി വേണ്ട, 3 കോടി രൂപ മുടക്കിയ പള്ളിയുണ്ടല്ലോ, പിന്നെന്തിനാ ഈ ഷെഡിനകത്ത് വന്നിരുന്ന് തുള്ളുന്നതെന്ന് ചോദിച്ച് ആ ശക്തി മറന്നിങ്ങി പുറത്തു വന്നപ്പോൾ ദൈവജനം ഒന്നിച്ച് ആരാധിക്കാൻ തുടങ്ങി. ആ ആരാധനയുടെ നടുവിൽ നാളുകളായി മറഞ്ഞിരുന്ന കുടുംബത്തിനകത്ത് ഒന്നിനു പുറകെ ഒന്നായി സഭയ്ക്കകത്ത് അനർത്ഥങ്ങൾ വരുത്തിയ ആ ശത്രു മറന്നിങ്ങി പുറത്തു വന്നപ്പോൾ അന്ന് ദൈവജനം ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിച്ചപ്പോൾ ആ ശക്തി അഴിഞ്ഞ് പുറത്തു വന്നു. അന്ന് ആ സഭയുടെ വിടുതലായിരുന്നു. ഒരു വ്യക്തിയുടെ വിടുതൽ മാത്രമല്ല, ആ സഭയുടെ വിടുതലായിരുന്നു. പ്രൈസ് ഗോ. അതിനുശേഷം 19ാമത്തെ ദിവസം രാത്രി ഒരു മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഇന്നലെ രാത്രി ഞാൻ ഈ അനുഭവം പറയുന്നത് എൻ്റെ അനുഭവം കൂടെ ആയതുകൊണ്ട്, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. രാത്രി ഞാനൊരു പേര് കണ്ടു. നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ്. നമ്മുടെ ഷാജിൻ ജോൺ ഇടയ്ക്കാണ്ട് മദർ ഇൻ ലോയാണ്. ഞാൻ ഇച്ചിരി തെളിച്ചങ്ങ് പറയാം. മദർ ഇൻ ലോയാണ്. നന്നായി പ്രാർത്ഥിക്കുന്ന, ആ ദേശത്തെ വളരെ ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ഒരു കുടുംബം. ആ അമ്മച്ചി എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രി ഒരു പേര് കണ്ടു. എന്താ കണ്ടു? പേര് കണ്ടവരാരുമില്ല അല്ലേ? സ്വപ്നം കാണുന്നവരുണ്ടോ? അമ്മേ, സ്വപ്നം കാണുന്ന പഴയ സഭകളിലൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ആരാധനയ്ക്കൊക്കെ വരുമ്പോൾ അവർ കണ്ട ദർശനവും സ്വപ്നവും വെളിപ്പാടും ഒക്കെ പറയുന്ന ഒരു കാലഘട്ടം ദൈവസഭയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്ന് പലയിടത്തും അന്യം നിന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില വ്യക്തികൾ ആത്മതലങ്ങളിൽ കയറി വരുവാൻ ഇടയാകണം, ദൈവിക നിയോഗങ്ങളെ സ്വീകരിക്കുവാൻ ഇടയാകണം. അതിനായിരിക്കണം നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും. ആ അമ്മച്ചി 19ാമത്തെ ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ അമ്മച്ചി കണ്ടു, രാത്രി 2 മണി ആയപ്പോഴാണ് ഒരു പേര് കണ്ടു. അത്രേ കണ്ടു. അതിനുശേഷം അമ്മച്ചിക്ക് ഉറക്കവും പോയി. അമ്മച്ചിയുടെ കട്ടലിൻ്റെ അടിയിൽ ഒരു പായുണ്ട്. ആ പായ എടുത്ത് വിടർത്തിയിട്ട് അമ്മച്ചി മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നല്ല പ്രായമാണ് അമ്മച്ചി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നെയും ദൈവാത്മാവ് ആ പേര് കാണിച്ചു. പേര് കാണിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് അമ്മച്ചിയോട് സംസാരിക്കാൻ തുടങ്ങി. ഈ പേര് നിൽക്കുന്ന സ്ഥലം വരെ എൻ്റെ ആലയത്തിന് വിട്ടുകൊടുക്കണം, എൻ്റെ ആലയത്തിന് വിട്ടുകൊടുക്കണം. അടുത്ത പദങ്ങൾ കേൾക്കണമേ. 1 രൂപ പോലും അതിനുവേണ്ടി നീ മേടിക്കരുത്. സെന്റിന് 30 ലക്ഷം രൂപ വില വരുന്ന വസ്തു, 10 സെന്റ് വസ്തു, സെന്റിന് 3 ലക്ഷം രൂപ വില വരുന്ന വസ്തു, 30 ലക്ഷം രൂപ വില വരുന്ന വസ്തു ദൈവം തൻ്റെ സഭയ്ക്ക് ദാനമായി നൽകാനിടയാണ്. ഇന്ന് അവിടെയാണ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സഭ ഇരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമായി. അമ്മച്ചി വന്ന് ഇങ്ങനെ ശനിയാഴ്ച വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ശനിയാഴ്ച ആരോട് പറഞ്ഞില്ല, ഞായറാഴ്ച വരാനായിട്ട് വെയിറ്റ് ചെയ്തു. ഞായറാഴ്ച വന്നു. ആരാധനയുടെ ഇടയ്ക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു, ദൈവമക്കളെ, നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ഒരു ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. ഇവിടെ നിർത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച വാദിച്ച വ്യക്തികളുടെ അല്ലെ ശക്തികളുടെ നടുവിൽ തന്നെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്താൻ. മഴവന്നൂർ AG ചർച്ചിൽ പോയവർക്കറിയാം. മഴവന്നൂർ AG ചർച്ചിൽ ഇപ്പോൾ ഇരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഒരു കുരിശും തൊട്ടിയാണ്. അപ്പം ഞാൻ ഈ കാര്യം ചർച്ച പറഞ്ഞു. ഇന്നതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം പ്രവർത്തിച്ചു. നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചൊന്നുമില്ല, പക്ഷെ ദൈവം പ്രവർത്തിച്ചു. ഇന്നതുപോലെ 10 സെന്റ് വസ്തു ദാനമായി തന്നു. ചിലരുടെ മുഖം അങ്ങ് സന്തോഷമാണോ സങ്കടമാണോ? ചിലർക്ക് സങ്കടവും ചിലർക്ക് വിഷമമായി. കാരണം ആ പ്രവർത്തനം ആരംഭിച്ചത് മംഗലത്തള എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു. അപ്പം അവിടെ ഒരു ആരാധനാലയം ഉണ്ടാകണമെന്ന് ഓർത്ത് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇത് ഉറയ്ക്കുന്നെന്ന് കേട്ടപ്പോഴത്തേന് അവർക്കങ്ങ് വിഷമമായി. ഞാൻ പറഞ്ഞു, ദൈവം നമുക്ക് തന്നതാ. അതിനുശേഷം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി നിങ്ങളിങ്ങനെ വാടാനുള്ള കാരണം? അതിനുശേഷം പിന്നീട് അവരെന്നോട് പറഞ്ഞത്, പാസ്റ്റർ, ഇവിടെ ഇത് ശാപം കിട്ടിയ സ്ഥലമാണ്,
ഇവിടെ പണ്ടൊക്കെ കോഴികെട്ടുണ്ടായിരുന്നു. അതിനെന്നാ? പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് തരുന്ന ഏത് സ്ഥലമാണെങ്കിലും വിശ്വാസത്തോടെ നാം കയറി നിന്നാൽ അവിടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വിശ്വസ്തനാണ്. ഏത് ശാപം പിടിച്ച സ്ഥലമാണെങ്കിലും, ആരും നോക്കിയിട്ട് നന്നാകാത്ത സ്ഥലമാണെങ്കിലും, ഈ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൂത സഭയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ആത്മാവ് എനിക്ക് പ്രേരണ നൽകുന്നത്, ആമേൻ, എത്ര വളരില്ലെന്ന് പറയുന്ന മണ്ണാണെങ്കിലും ആത്മനിയോഗം തിരിച്ചറിഞ്ഞ് ആര് കയറി നിൽക്കുന്നുവോ അവരിലൂടെ ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്താൻ വിശ്വസ്തൻ. പ്രൈസ് ഗോഡ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആലയം തന്നു, എൻ്റെ ഉള്ളിൽ അടുത്തൊരു നിയോഗം ദൈവം തന്നു. ആ നിയോഗം ഇങ്ങനെയാണ്: അടുത്ത ആണ്ടിൽ പുതിയ ആലയത്തിൽ നാം ദൈവത്തെ ആരാധിക്കും. നിങ്ങൾക്കറിയാമോ, മഴുവന്നൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് 3000 സ്ക്വയർ ഫീറ്റുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലയം ദൈവം നൽകി തരുവാനിടയായി. 24 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരാളോട് പോലും 1 രൂപ പോലും പിരിക്കാതെ ആമേൻ ദൈവം തന്റെ മഹത്വം ആ മണ്ണിൽ വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രിയും ഈ ഒലിവപ്പുറത്ത് ദേശത്ത് നിന്ന് ഈ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ കൈമാറാനുള്ള സന്ദേശം ഇതാണ്: ഞാൻ എൻ്റെ സഭയെ പണിയും. ആ നിയോഗം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ എഴുന്നേൽക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവരിലൂടെ പ്രവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ അവിടെ 7 വർഷക്കാലം അവിടെ ആയിരിക്കാനിടയായി. അവിടെ ആയിരിക്കുന്ന സമയത്താണ് പവർഷനിൽ കൂടെയും അതുപോലെ ഹാർവസ്റ്റിലൊക്കെ ദൈവത്തിനെ ശുശ്രൂഷിപ്പാൻ കുറച്ച് 1.5 വർഷം തുടർമാനമായി എല്ലാ ആഴ്ചയും ശുശ്രൂഷിപ്പാൻ ദൈവം ശ്രമിക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ആനപ്പാറ, ചിറ്റാർ ആനപ്പാറ, അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു വലിയ 10-40 വർഷം മുമ്പുള്ള ഒരു ചർച്ചാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴും ഞങ്ങൾ ചോദിക്കും, എങ്ങനെയുണ്ടാ ചർച്ച്? നമ്മൾ ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് ചർച്ച്? അപ്പം അവിടെ അടുത്തിരുന്ന് ചർച്ച കൊണ്ടൊരു പാസ്റ്റർ ഞങ്ങൾ ചോദിച്ചു, പാസ്റ്റർ വണ്ടി ഇടാനുള്ള സൗകര്യമുണ്ട്? വണ്ടി കയറും. ആ വണ്ടി കയറും പാസ്റ്ററെ. പിന്നെ വണ്ടി കയറും, വലിയ JCB വല്ലതും വന്ന് കൊണ്ടുവന്ന് പൊക്കി കയറ്റി വെക്കണോ? എനിവേ, ദൈവം തന്ന നിയോഗം അനുസരിച്ച് ഞങ്ങളവിടെ പോയി. നിങ്ങൾക്കറിയാമോ, ഞങ്ങളവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞു എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് കാണിക്കുന്ന ഒരു കാഴ്ച ഇതാണ്. അന്ന് ഞങ്ങൾക്ക് അവിടെ ചെറിയൊരു ആലയം, ചെറിയ ആലയം എന്ന് പറഞ്ഞാൽ പാഴ്സനേജ് തീർത്തും എടുക്കുക, കുഞ്ഞ് 2 കൊട്ടടയ്ക്ക 2 മുറി, ചുമ്മാ ഒരു ഇത്. എന്നാൽ വർഷങ്ങൾ അവിടെ ആ ദൈവദാസന്മാരെല്ലാം താമസിച്ചു അവിടെ തന്നെ. ഞാൻ ചെന്നുകൊണ്ടേ പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് താമസിക്കാൻ വിഷമമാണ്, ഞാൻ പുറത്ത് വാടകയ്ക്ക് താമസിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ വാടകയ്ക്ക് കുറച്ച് പുറത്ത് താമസിച്ചു. അവിടെ തന്നെ എങ്ങനെ ഇരിക്കുക, ചിറ്റാർ താമസിച്ചു, ആനപ്പാറയിൽ പ്രവർത്തനമായി. അങ്ങനെ ഇരിക്കുന്ന സമയം 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്: എൻ്റെ വാഹനം ആനപ്പാറ ചർച്ചിൻ്റെ മുറ്റത്ത് കയറി കിടക്കുന്നു. 40 അടി കെട്ടുള്ള ഒരു 40 വർഷത്തെ ചരിത്രത്തിൽ ഒരു സൈക്കിൾ പോലും കയറിയിട്ടില്ലാത്ത ആനപ്പാറ ചർച്ചിൻ്റെ മുൻപിൽ എൻ്റെ വാഹനം കയറി കിടക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഉള്ളിൽ ആഗ്രഹം. അടുത്ത ആളോട് ഞാൻ ചോദിച്ചു, വസ്തു തരണം. സെൻറ്റിന് അവിടെ 1 ലക്ഷം രൂപ പോലും വിലയില്ലാത്ത വസ്തു. അപ്പോഴും എന്നോട് ചോദിച്ചത് 2 ലക്ഷം രൂപ സെൻറ്റിന് വേണം. ദൈവസന്നിധി ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, അവിടുന്ന് തൻ്റെ സഭയെ പണിയണമേ. ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ അവിടെയും 12 സെൻറ്റ് വസ്തു ആലയത്തിന് വേണ്ടി വാങ്ങി വിശാലമായി വഴിവെട്ടി ആലയത്തിൻ്റെ മുറ്റത്ത് വാഹനം കയറ്റി വിശാലമായ ഒരു ഗ്രൗണ്ടും ഉണ്ടാക്കി. അവിടെ ഞങ്ങൾ പോരുന്നതിന് മുമ്പ് 3 ദിവസത്തെ കൺവെൻഷൻ നടത്തി. നമ്മുടെ സൂപ്രണ്ട് TJ ശോമൻ സാർ ഉൾപ്പെടെ വന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൺവെൻഷൻ നടത്തുവാനും ഞങ്ങൾ പോരുന്നതിന് മുമ്പ് ഒരു 5 ലക്ഷം രൂപ ചർച്ചിൻ്റെ ബിൽഡിംഗ് അക്കൗണ്ടിലേക്ക് വരുവാനിടെ ഇന്ന് അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാഴ്സനേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 3 ബെഡ്റൂമുള്ള ഒരു പാഴ്സനേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ: ഞാൻ എൻ്റെ സഭയെ പണിയും. പൗലോസിന്റെയും അല്ലെങ്കിൽ യോഹന്നാന്റെയും കാലത്ത് മാത്രമല്ല, ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് പറയാനും കൂടെ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലന്മാർ അന്ന് പറഞ്ഞത്, ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ സ്വന്തം കൈകൊണ്ട്. അങ്ങനെയാണ് ഇന്ന് രാത്രിയും ഞാൻ ഈ അനുഭവവും സാക്ഷിയൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, വർഷങ്ങളായി ഒലിവപ്പുറത്ത് ഒരു ആരാധന കൂട്ടം ആരംഭിച്ചെങ്കിൽ എന്നും ഈ അനുഭവത്തിൽ ഇരിക്കുന്നതിനപ്പുറം സഭയ്ക്ക് സ്വന്തമായി ചില അടിത്തറകളെ കെട്ടിപ്പോക്കാൻ കഴിയത്തക്ക നിലയിൽ ആത്മനിയോഗത്തോടെ എഴുന്നേൽക്കുവാൻ ഒരു കൂട്ടം ജനം, ഒരു വ്യക്തിയെങ്കിലും ഉള്ളിൽ ഒരു ദാഹമുണ്ടെങ്കിൽ അവരിലൂടെ ദൈവം അത്ഭുതം ചെയ്യാനിടയാണ്.
ആനപ്പാറയിൽ നിന്ന് ഞങ്ങൾ ആയിരിക്കുന്നത് അങ്കമാലി. ഞങ്ങൾ അങ്കമാലി സ്വപ്നത്തിൽ പോകണമെന്ന് പോലും ആഗ്രഹിച്ചത്. പക്ഷേ അങ്കമാലിയിലാണ്. അങ്കമാലിയിലെ പ്രതിസന്ധികൾ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയുന്നില്ല, അതൊന്നും പറയുന്നില്ല. അവിടെ ചെന്നപ്പോഴും എൻ്റെ ഉള്ളിൽ നൽകിയ ഒരു ആഗ്രഹം ഇതാണ്, അവിടെ ഒരു ആലയം പണിയണം. 45 വർഷത്തിന് മുമ്പുള്ള ചർച്ച, പഴയ ചർച്ച. അന്ന് തന്നെ നമുക്ക് അങ്കമാലി കോടികളുടെ ആസ്തിയുള്ള വസ്തു. പക്ഷേ നാളുകൾക്ക് ശേഷം അത് സഭ ഛിന്ന ഭിന്നമായി തകർക്കപ്പെട്ട നിലയിൽ പ്രതിസന്ധിയിലൂടെ പോയെങ്കിലും കഴിഞ്ഞ നാളുകളിൽ ദൈവദാസന്മാരിലൂടെ അതിനെ പുനരുദ്ധരിക്കുവാനിടയായി. എങ്കിലും അവിടെ ഒരു ബിൽഡിംഗ് ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭം. ഞങ്ങളും വിശ്വാസത്തോടെ അവിടെ ആയിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആലയവും പാഴ്സനേജും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ ആയിരിക്കുന്നു. പിന്നെ ഞാൻ ആവർത്തിച്ച് ആ പദം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പറഞ്ഞാണ്. അങ്ങനെ തന്നെ പറഞ്ഞു വരും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ഒലൂപ്പുറത്ത് ദേശത്തും ദൈവം തൻ്റെ തിരുസഭയെ അക്ഷരികമായി മാത്രമല്ല ആത്മീകമായും ജീവനുള്ള കല്ലുകൾ കൊണ്ടെന്ന പോലെ തൻ്റെ സഭയെ പണിയാൻ ദൈവം വിശ്വസിക്കും. പ്രൈസ് ഗോഡ്. അന്ന് തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, അന്ന് തൊട്ട് കഴിഞ്ഞ ഇന്നലെ വരെയും ഒട്ടേറെ പ്രിയപ്പെട്ടവർ ദൈവിക വിടുതൽ പ്രാപിക്കുന്നത് കാണാനിടയായി. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേകർ സ്വതന്ത്രരാകുന്നത് കാണുവാനിടയായി. രോഗത്തിൽ തളർന്നു കിടക്കുന്ന അനേകര് സൗഖ്യമാകുന്നത് കാണാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഇന്ന് രാത്രിയും ഞാൻ വിശ്വസിക്കുന്നു ഇവിടെയും കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ചില ദൈവപ്രവൃത്തി ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. 2 സൈൻ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. അതിലൊന്നിതാണ് കൈയുടെ ഈ ഭാഗത്ത് ചില സമയത്ത് വേദന പോലെ അല്ലെങ്കിൽ അസ്വസ്ഥത പോലെ ഒരു വിങ്ങൽ പോലെ വരുന്ന അനുഭവം. 2 കാൽപാദത്തിൻ്റെ ആ ഭാഗത്ത് പെരുപ്പ് പോലെ വരുന്ന 2 സൈൻ പരിശുദ്ധാത്മാവ് എനിക്കിവിടെ ഇരിക്കുമ്പോൾ നൽകി തരാനിടയായി. അങ്ങനെ സഫർ ചെയ്യുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. അവർ കരമൊന്ന് ഉയർത്താമോ? നന്നായി ഉയർത്തണം. 1 പ്രൈസ് ഗോഡ്. ഇനിയുണ്ട്, കൈയുടെ ഈ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. മടിക്കരുത്, തിരിച്ചറിഞ്ഞോ. പരിശുദ്ധാത്മാവിനോട് എന്നോട് സിസ്റ്ററോട് പരിശുദ്ധാത്മാ എനിക്ക് നന്നായി കാണിച്ചു. അച്ഛാ കൈതാത്തിട്ടു. പ്രൈസ് ഗോഡ്. വാഗ്ദത്തമുള്ള പൗലോസ് വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി തൻ്റെ കൈക്ക് കടിച്ചു തൂങ്ങിയ അണലി പോലെ നമ്മുടെ മേൽ നിയോഗം ഉണ്ടെങ്കിൽ നിയോഗമുള്ള വ്യക്തികൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ ആ നിയോഗത്തിലേക്ക് അവർ കയറാതെ കടിച്ചു തൂങ്ങുന്ന ചിലതിനെ ആത്മാവിൽ കണ്ട് വചനത്തിൻ്റെ ചൂട് ശരീരം തിരിച്ചറിയത്തക്ക നിലയിൽ അടിച്ചു വരുമ്പോൾ ആത്മാവിൽ കുടഞ്ഞാൽ ചിലത് ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ അത് പൊട്ടി മാറുവാനിടയാകും. ഈ രാത്രി അത് വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു. ഈ 2 സൈനും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അത് വെളിപ്പെടുത്തുവാനിടയാകും. നമുക്ക് ഓടിച്ച് ദൈവവചനത്തിലേക്ക് പോകാം. സമയമില്ല. കമ്പിവാചകം പോലെ ദൈവവചനത്തിലേക്ക് നമുക്ക് പോകാം. പ്രൈസ് ഗോഡ്. ആമേൻ. ഒരു വാക്യം നമുക്ക് വേഗത്തിൽ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യവും അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചു. ആ വാക്യം ഒന്നുകൂടെ ചേർന്ന് പറയാമോ? അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരെ ഉപദേശിച്ചത്. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പദമാണ് അല്ലേ വചനം. അപ്പോസ്തല പ്രവൃത്തി 4:7 കൂടെ ഒന്ന് വായിക്കാം. 4:7. അവർ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോസ്തല പ്രവൃത്തി 4:7. അപ്പോസ്തല പ്രവൃത്തി 4:7. ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്യുന്നു. ചോദ്യം ഇതാണ്, നിങ്ങൾ ഏത് നാമത്തിലാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾ ഏത് ശക്തിയിലാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് നിങ്ങൾ ക്രൂശിച്ചവനും
ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി. ചോദ്യം രണ്ടെണ്ണമാണ് ചോദിച്ചത്. ഒന്ന്, നിങ്ങൾ ഏത് ശക്തി കൊണ്ടാണ്? രണ്ട്, നിങ്ങൾ ഏത് നാമത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതിന്റെ മറുപടിയാണ് പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്ന് രാത്രിയും ആമേൻ എന്തെങ്കിലും നടക്കണമെങ്കിൽ, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അതൊന്നേ ഉള്ളൂ, അത് നസ്രയനായ യേശുവിന്റെ നാമമാണ്. ആരാ നാമത്തെ ഉയർത്തുന്നുവോ, ആരാ നാമത്തെ വിശ്വസിക്കുന്നുവോ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അന്നും ഇന്നും എന്നും അത്ഭുതം ചെയ്യാൻ ആ നാമത്തിന് ശക്തിയുണ്ട്. ഈ രാത്രിയും ഞാൻ വിശ്വസിക്കുന്നു ആ നാമത്തിൽ ചില രോഗികൾ സൗഖ്യമാകാൻ ഇടയാകും. കുറച്ചുപേരെ ഇവിടെ ഉള്ളൂ എങ്കിലും കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ചില ദൈവിക വിടുതലുകൾ ഇവിടെ ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ പറഞ്ഞ ഒന്നാമത് നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്. ഒന്നാമത്തെ വാക്യം എന്താണ്? അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരെ ഉപദേശിച്ചത്. പ്രൈസ് ഗോഡ്. യേശു കർത്താവിന്റെ പ്രത്യേകത അങ്ങനെയായിരുന്നു. യേശു അധികാരമുണ്ടെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അധികാരമുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം? അധികാരമുള്ളവരെ തിരിച്ചറിയുന്നത് എങ്ങനെയാ? കയ്യിലൊരു കിരീടവും തലയിലൊരു കിരീടവും കയ്യിലൊരു പക്ഷേ യേശുവിന്റെ തലയിൽ കിരീടവും ഇല്ലായിരുന്നു, കയ്യിൽ ചെങ്കോലൊന്നുമില്ല, അല്ലേ? പക്ഷേ നമുക്കറിയാം വളരെ സൗമ്യനായി വളരെ ശാന്തനായാണ് യേശു നടന്നത്. പ്രൈസ് ഗോഡ്. പക്ഷെ ആ നടന്നുപോയ യേശുവിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ വലിയ അധികാരം വെളിപ്പെടുവാൻ ഇടയായെങ്കിൽ ഇന്ന് രാത്രിയും നാം തിരിച്ചറിയണം, നമുക്ക് ചെങ്കോലും കിരീടവും ഒന്നും ഇല്ലെങ്കിൽ, മറ്റുള്ളവരെ പോലെ സൈന്യശക്തിയോ ആൾബലമോ ആമേൻ മറ്റൊന്നും ഇല്ലെങ്കിലും ഈ രാത്രി നമുക്ക് തിരിച്ചറിയേണ്ട സന്ദേശം ഇതാണ്. ആമേൻ അധികാരമുള്ള ആമേൻ ഒരു നാമത്തിൽ നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ നാമത്തെ നാം ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മിലൂടെ ഈ അധികാരം വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് വേണ്ടി ഈ അധികാരം വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണ്. മർക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യം നമുക്കറിയാവുന്ന സ്റ്റോറിയാണ്. മർക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 23 മുതൽ ഞാൻ ഓടിച്ച് ചില വാക്കുകൾ പറയും. അതിനുശേഷം നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അവൻ ദൈവാലയത്തിൽ ചെന്നു ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൽ മൂപ്പന്മാരും യേശുവിന്റെ അടുക്കൽ വന്നു, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യണം? ആരാണ് നിനക്ക് അധികാരമൊക്കെ തന്നത്? ആരാണ് എന്ന് ചോദിച്ചു. എന്നിട്ട് നമുക്കറിയാം. പ്രൈസ് ഗോഡ്. യേശു കർത്താവിനോട് ചോദിച്ച പലപ്പോഴും യേശു കർത്താവ് തൻ്റെ അധികാരം വെളിപ്പെടുത്തിയത് ഈ വാക്കുകളിലൂടെയൊക്കെയാണ്. നമുക്കറിയാം, ഒരു പക്ഷപാതക്കാരനായ ഒരു മനുഷ്യൻ അല്ലേ, ഉടനെ യേശുവിനോട് ഇങ്ങനെ ചോദ്യം ചെയ്തു, നിനക്ക് ആര് തന്നു ഈ സൗഖ്യമാക്കാനൊക്കെ അധികാരം? ആര് തന്നു? അതിനു മുമ്പ് വേറൊരു കാര്യം, സൗഖ്യമാക്കുന്നതിന് മുമ്പ് വേറെ ചോദിച്ച ചോദ്യമുണ്ട്, നിനക്ക് നിന്റെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു. ആ രോഗിയോട് പറഞ്ഞ അല്ലേ, നിന്റെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോഴേ പള്ളിപ്രമാണിമാരും ശാസ്ത്രിമാരും ഒക്കെ ചോദിച്ചു, പാപങ്ങളെ മോചിക്കാനുള്ള അധികാരം നിനക്ക് ആര് തന്നു? എന്തെളുപ്പം അല്ലേ? അപ്പോൾ ഉടനെ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ അധികാരത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം വിളിച്ചു പോയിക്കാം അല്ലേ. ഒരു രോഗിയോട്, വർഷങ്ങളായി തളർന്നു കിടക്കുന്ന ഒരു രോഗിയോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ അതോ നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം? ഏതാ എളുപ്പം പറഞ്ഞേ. നിന്റെ പാപങ്ങൾ എന്ത് എളുപ്പം? എന്തൊക്കെ പാപം? ഇതെല്ലാം കർത്താവ് എന്ത് ചെയ്തു? മോചിച്ച് തന്നിരിക്കുന്നു. എന്ത് പറയാൻ എളുപ്പം അല്ലേ? അത്രയും കാര്യം കർത്താവ് പറഞ്ഞത്. അത് അവർക്ക് എന്ത് ചെയ്തില്ല?
ഇഷ്ടപ്പെട്ടില്ല. അതിനകത്തുള്ള അധികാരവും വിടുതലും അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ഇവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ യേശു ആ വചനം തൻ്റെ വാക്കുകളിലൂടെ വെളിപ്പെടുകയാണ് അല്ലേ. നിങ്ങൾക്ക് ഇത് നിസ്സാരമായിട്ട് തോന്നുന്നു അല്ലേ? എന്നാൽ ഭൂമിയിൽ മനുഷ്യരുടെ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന്, നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഈ പക്ഷപാത രോഗിയോട് ഞാൻ കൽപ്പിക്കുന്നു, നീ നിന്റെ കിടക്കയെടുത്ത് നടക്കാം. നാളുകളായി തളർന്നു കിടക്കുന്നവൻ കിടക്ക എടുത്തുകൊണ്ട് നടന്നെങ്കിൽ അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവന്റെ മേൽ ഒരു അധികാരമുണ്ട്. അങ്ങനെയാണ് ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ഒരു പുറം ദൈവസഭയിൽ കടന്നു വന്ന് പരിശുദ്ധാത്മ നിയോഗത്തോടെ ഒരു സന്ദേശം ഞാൻ വിളിച്ചു പറയട്ടെ. നമ്മൾ വിശ്വസിക്കുന്ന മാർഗത്തിൽ അധികാരമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഈ നാമത്തിന് ശക്തി ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഈ നാമത്തിൽ രോഗസൗഖ്യം ഉണ്ടോ ഇല്ലയോ? പാപക്ഷമയുണ്ടോ? ഭൂതങ്ങൾ വിട്ടുപോകുമോ? വിട്ടുപോകും. ഇത് പറയാൻ എളുപ്പമാണ്. പക്ഷേ നമ്മോട് സമൂഹം ചോദിക്കുന്നത് ഇതുണ്ടെന്ന് എങ്ങനെ തെളിയിക്കും? തെളിയിക്കണമെങ്കിൽ നമ്മിലൂടെ ഈ ശക്തി വെളിപ്പെട്ടു വരണം. ഈ നാമത്തിന്റെ ശക്തി നമ്മിലൂടെ വെളിപ്പെട്ടു വരണം. നമ്മുടെ വാക്കുകളിൽ വെളിപ്പെട്ടു വരണം. നമ്മുടെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടു വരണം. ആ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കാൻ ശത്രു പലപ്പോഴും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ടവരെ പലപ്പോഴും ഒതുക്കി വെക്കുന്ന ഒരു തലമാണ്. ഈ രാത്രി ആത്മാവിൽ തിരിച്ചറിഞ്ഞ് എന്നിലൂടെ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയെ മൂടിവെച്ചിരിക്കുന്ന ഏത് മൂടുപടമാണെങ്കിലും അഭിഷേകത്തിന്റെ പുതുക്കവും പുഷ്ടിയും ഇറങ്ങി വരുമ്പോൾ മുഖം തകർന്നു പോകുന്നത് പോലെ ഇന്ന് രാത്രി ചില വ്യക്തികളിലൂടെ ദൈവശക്തി പ്രവഹിക്കുമ്പോൾ നാളുകളായി ഒരു പരിധിയിൽ കൂടുതൽ മുന്നേറാൻ കഴിയാതെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില മൂടുപടങ്ങളെ ആത്മാവിൽ കുടഞ്ഞു കളയുന്ന ഒരു രാത്രിയായി ഇത് മാറുമെന്ന് ആത്മനിയോഗത്തോടെ ഞാൻ വചന വെളിപ്പാടായി ദൂത് വിളിച്ചു പറയുകയാണ്. ആത്മാവ് ചെയ്യും. ഇന്ന് രാത്രി നിയോഗമുള്ള ചിലരെ ആത്മാവ് ഇതിൽ പുറത്തെടുക്കുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പം നമ്മിലൂടെ വെളിപ്പെടണം. നമുക്കറിയാം യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ഒക്കെ ഉണ്ടെങ്കിലും ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഇത് നമ്മിലൂടെ നടക്കണം. ഇത് നമ്മിലൂടെ നടക്കുമെന്ന് ശത്രു മനസ്സിലാക്കുന്നത് കൊണ്ട്, അറിയാവുന്നത് കൊണ്ട് നമ്മിലൂടെ ഇത് നടക്കരുതെന്ന് വാദിച്ച് പലപ്പോഴും നമ്മെ പല മേഖലകളിൽ ശത്രു ഒതുക്കിയിടാൻ നോക്കും, തളർത്തിയിടാൻ നോക്കും. ആ തളർത്തുന്ന മേഖലകളെ നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിൽ ഏത് മേഖലകളിലാണോ ശത്രു കെട്ടിവെക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ കുടയുമ്പോൾ ചിലതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കടിഞ്ഞു തൂങ്ങിയ അണലുകൾ അത് പുറത്തു പോകാൻ ഇടയാകും. എങ്ങനെ അറിയാം? പൗലോസിന്റെ മേൽ അസാധാരണമായ ദൈവശക്തിയുണ്ട്, അസാധാരണമായ ദൈവകൃപയുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കപ്പലാകെ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് പൗലോസ് വിളിച്ചു പറഞ്ഞു അല്ലേ. കപ്പലിലുള്ള എല്ലാവരും പ്രാണഭയത്തിൽ നിലവിളിക്കുമ്പോൾ പൗലോസ് ലീഹ പറഞ്ഞു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ കർത്താവിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പൗലോസേ നീ പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്, നിങ്ങൾ ആർക്കും എന്ത് വരത്തില്ല, പ്രാണന് ഹാനി വരത്തില്ലെന്ന് പറഞ്ഞു. കപ്പൽ തകരും എന്നൊക്കെ പറഞ്ഞു. ശരിയാ, പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആരുടെയും പ്രാണന് ഹാനി വന്നില്ല. അവരെല്ലാവരും രക്ഷപ്പെട്ടു. മെലിത്ത ദ്വീപിലെത്തി. അവർ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും വിറവ് പിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസും ഈ ചൂട് പോരെന്ന് തിരിച്ചറിഞ്ഞ് തനിക്ക് ഈ ചൂട് പോരാ എന്ന് തിരിച്ചറിഞ്ഞ് താൻ കുറച്ചു വിറക് പറക്കി. ഈ ചൂട് മതി എന്ന് പറഞ്ഞിരുന്നാൽ ഓക്കെ, അല്ല ഇത് പോരാ, അല്പം കൂടെ ചൂട് വേണമെന്ന് ആഗ്രഹിച്ച് പൗലോസ് വിറക് പിറക്കാൻ തയ്യാറായപ്പോൾ മറഞ്ഞിരുന്ന അണലി പുറത്തു വന്നെങ്കിൽ ഈ രാത്രി തിരിച്ചറിയണം, ഒലിവുപുറ ദൈവസഭ തിരിച്ചറിയണം, ഈ ചൂട് പോരാ, ഈ ചൂട് പോരാ, ഇങ്ങനെ ഇരുന്നാൽ പോരാ. നമ്മുടെ അകത്ത് നാം കേട്ട വാഗ്ദത്തം തിരിച്ചറിഞ്ഞ് ദൈവസാന്നിധ്യത്തിന്റെ ചൂട് സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നാളുകൾ മറഞ്ഞിരിക്കും ദൈവസഭയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വിരുദ്ധമായി മറഞ്ഞിരിക്കുന്ന ചില അണലി പുറത്തു വരാൻ ഇടയാകും. പക്ഷെ പുറത്തു വന്നപ്പോ പ്രശ്നം എന്താ? തന്റെ കൈക്കാണത് കടിച്ചത്. തന്റെ കൈക്ക് അല്ലേ? മറ്റാർക്കെങ്കിലും പ്രശ്നമുണ്ടോ? മറ്റാർക്കും പ്രശ്നമില്ല. ഇന്നലെ ദൂത് പറഞ്ഞവൻ ആർക്കും കുഴപ്പം വരത്തില്ലെന്ന് പറഞ്ഞവന്റെ കൈക്കാണ് ഇപ്പം, വേറെ ആർക്കും കുഴപ്പമില്ല, അവനാണ് ഇപ്പൊ പ്രശ്നം. പക്ഷെ ആത്മാവിൽ താൻ തിരിച്ചറിഞ്ഞു. ഇപ്പൊ ആളുകൾ പറയാൻ തുടങ്ങി, ആളുകൾ കാത്തിരിക്കുക. എന്തിനാ കാത്തിരിക്കുന്നത്? ഇപ്പം വീഴും,
വീഴ്ച കാണാൻ നോക്കി നിൽക്കുക. തകരുമെന്ന് പറയുന്നവർ നോക്കി നിൽക്കുകയാ. ആമേൻ. ഇപ്പൊ കാണാമല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. അങ്ങനെയാണ് ഇന്ന് രാത്രി ഈ വചന വെളിപ്പാട് ഞാൻ പങ്കുവെക്കുമ്പോൾ നമ്മുടെ വീഴ്ച കാണാൻ, ദൈവജനത്തിന്റെ താഴ്ച കാണാൻ നോക്കി നിൽക്കുന്ന കണ്ണുകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആത്മശക്തിയെ സംഭരിച്ച് മറവിടങ്ങളിൽ പതിയിരിക്കുന്ന പതിയിരിപ്പുകളെ ആത്മാവിൽ കുടഞ്ഞു കളയാനുള്ള ദൈവശക്തി സംഭരിക്കാൻ ഇന്ന് രാത്രി ദൈവസഭ തയ്യാറാകണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവ സാന്നിധ്യം ചിലരുടെ ശരീരത്തിൽ അനുഭവിക്കത്തക്ക നിലയിൽ ഇറങ്ങി വരും. പലപ്പോഴും നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം വരും, എന്തെങ്കിലും കാഴ്ച കണ്ടാൽ പിന്നെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങ് ക്ഷീണിച്ചു പോവുക, അല്ലെ തളർന്നു പോവുക, അല്ലെ ഉറക്കം വരിക, അല്ലെ എന്തെങ്കിലും രൂപം വരിക, അല്ലെ തൊണ്ട അടയ്ക്കുക, അല്ലെങ്കിൽ കൈകൾ കുഴയുക, ഇങ്ങനെയൊക്കെ അസ്വസ്ഥത വരുമ്പോൾ പിന്നെ നമ്മളങ്ങ് ഒതുങ്ങി പോകും. പക്ഷേ ഇന്ന് രാത്രി തിരിച്ചറിയണം, എൻ്റെ ആരാധനയെ, എൻ്റെ ഉള്ളിലുള്ള അഭിഷേകത്തെ, എന്നിലൂടെ വെളിപ്പെടേണ്ട കൃപാവരങ്ങളെ തടയാൻ നോക്കുന്ന, ഒതുക്കാൻ നോക്കുന്ന ആ തടസ്സത്തിൻ കണ്ട് ഞാൻ ഒതുങ്ങിയിരിക്കാനല്ല, അല്പം കൂടെ വിറക് പിറക്കി, അല്പം കൂടെ ചൂടിനു വേണ്ടി ആഗ്രഹിക്കാൻ തയ്യാറാണെങ്കിൽ മറഞ്ഞ് നമ്മെ ഒതുക്കുന്ന തടസ്സങ്ങൾ ആത്മാവിൽ പുറത്തു വരും. അപ്പം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി മാറും. ശാസ്ത്രിമാരെ പോലെ ഉപദേശം കൊണ്ട് മാത്രം ഇരിക്കത്തില്ല, ദൈവികാധികാരം നമ്മിലൂടെ വെളിപ്പെടുവാനിടയാകും. ദൈവികാധികാരം നമ്മിലൂടെ വെളിപ്പെടാനിടയാകും. ഞാൻ ഒഴിച്ചു പോകട്ടെ. പ്രൈസ് ഗോ. അവസാനം നോക്കി നിന്നവർ, വീഴ്ച കാണാൻ നോക്കി നിന്നവർ പറഞ്ഞു, അവനൊരു ദേവൻ. ആമേൻ. അങ്ങനെയാണ് ഇന്ന് രാത്രി തിരിച്ചറിയണം. ആമേൻ. നമ്മിലൂടെ ദൈവശക്തി വെളിപ്പെട്ടാൽ നാളുകൾ നമ്മെ നോക്കി, നമ്മുടെ വീഴ്ച കാണാൻ നോക്കിയിരുന്നവർ നമ്മളെ, ആമേൻ, നമ്മുടെ മഹത്വവും നമ്മുടെ ഉയർച്ചയും കണ്ട് സന്തോഷിപ്പാൻ ഇടവരും. അത് തന്നെയല്ലേ യേശു കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് അത് തന്നെ കാണാം. തലകീഴായി തള്ളിയിടാൻ നോക്കിയ പലപ്പോഴും നമുക്കറിയാം. വഴിയിൽ വെച്ച് വള്ളത്തിൽ അപകടം അല്ലേ, ഗദർദേശത്തേക്ക് പോകുന്ന വഴിയിൽ വള്ളം അപകടമുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അധികാരമുള്ളവനായി ആമേൻ, കാറ്റ് അടങ്ങ്, കടലേ ശാന്തമാക്. എന്താ വ്യത്യാസം? അവന്റെ വാക്കിൽ അധികാരം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാത്രി നാം തിരിച്ചറിയണം, നമ്മുടെ മേലൊരു അധികാരമുണ്ട്, നമ്മുടെ അകത്തൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തെ നാം എന്ന് തിരിച്ചറിയുന്നോ അന്ന് മുതൽ നമ്മിലൂടെ ദൈവശക്തി വെളിപ്പെടുവാനുണ്ട്. എൻ്റെ കൂടെ നന്നായിട്ട് പഴയ ചർച്ചയാണ് എങ്കിലും ഞാൻ ചോദിക്കുക, ആമേൻ, എത്ര പേർ തിരിച്ചറിയുന്നു എൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടെന്ന്? അവർ കരമൊന്ന് ഉയർത്താമോ? എൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു? ആമേൻ. വെരി ഗുഡ്. എല്ലാവരും കരം ഉയർത്തും. താങ്ക് യു. എങ്ങനെ അറിയാം നമ്മുടെ മേൽ ഈ അഭിഷേകം ഉണ്ടെന്ന്? നമ്മുടെ മേൽ ഈ അഭിഷേകം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? എന്താണ് അതിൻ്റെ തെളിവ്? പെന്തക്കോസ്തുകാരോട് ചോദിച്ചാൽ പെന്തക്കോസ്തുകാരിൽ ഒരു 90% ആളുകൾ പറയുന്ന കാര്യം ഇതാണ്, അഭിഷേകം പ്രാപിച്ചു, പിന്നെ അഭിഷേകം പ്രാപിച്ചു. എങ്ങനെ അറിയാം? ഞാൻ അന്യഭാഷ പറയുന്നു, അതുകൊണ്ട് എൻ്റെ മേലൊരു അഭിഷേകം. സത്യം പറഞ്ഞാൽ അന്യഭാഷ പറയാനാണോ അഭിഷേകം കിട്ടിയത്? അല്ല. അന്യഭാഷ പറയാനല്ല ആത്മാവിനെ തന്നത്. ആത്മാവിനെ പ്രാപിച്ചവർ അന്യഭാഷ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മിഷൻ, ഒരു ജനറേറ്റർ അല്ലെങ്കിൽ ഒരു മിഷനറി വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് എന്തുണ്ടാവും? വർക്ക് ചെയ്യുമ്പോൾ അതിനെന്തുണ്ടാവും? സൗണ്ട് ഉണ്ടാവും. സൗണ്ട് ഉണ്ടാകുന്നത് സത്യമാണെങ്കിൽ കാര്യം ഉറപ്പാണ് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്, അല്ലേ? നമുക്കറിയാം, ഒരു മില്ല്, റൈസ് മില്ലാകാം, അല്ലെങ്കിൽ കാപ്പിക്കുരു കുത്തുന്ന മില്ലാകാം. ആ മില്ല് ഒരു ചാക്ക് കാപ്പിക്കുരു കൊണ്ടുവന്ന് ഇടുന്നു, തൊണ്ട് ഒരു സൈഡിലേക്ക് പോകുന്നു, കുരു ഒരു സൈഡിലേക്ക് പോകുന്നു. ചിലത് ഇപ്പം നമുക്കറിയാം പൊടിച്ച് വറുത്ത് പാക്ക് ചെയ്ത് വരും. അങ്ങനെയാണെങ്കിൽ ഈ ആത്മശക്തിയെ നമുക്ക് തന്നത് നമ്മിൽ നിന്നും പൊടിഞ്ഞു മാറണം, നമ്മിൽ നിന്ന് പാകമായി പുറത്തു വരേണ്ടത് പാകമായി പുറത്തു വരണം. ആമേൻ. എങ്കിലേ നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി മാറുകയുള്ളൂ. എങ്കിലേ നമ്മുടെ ഉപദേശത്തിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ പാട്ടിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവശക്തി വെളിപ്പെടത്തുള്ളൂ. നമ്മൾ പറഞ്ഞ വാക്യം എന്താണ്? അവൻ മറ്റുള്ളവരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരെ ഉപദേശിച്ചത്. നമുക്കറിയാം യേശുവിന്റെ ഉപദേശം, കാറ്റിനെ നോക്കി, പ്രപഞ്ച ശക്തികളെ നോക്കി, കാറ്റ് അടങ്ങ്, കടല് ശാന്തമാകാൻ പറഞ്ഞു. ആ വാക്കിന്റെ മുൻപിൽ പ്രപഞ്ച ശക്തികൾ നിശ്ചലമായി, അല്ലേ? മരിച്ചുപോയ ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നിട്ട്, ലാസറേ പുറത്തു വരിക, അധികാരത്തോടുള്ള ശബ്ദം, അല്ലേ? പല സന്ദർഭങ്ങളും കാണും. പക്ഷപാത രോഗിയെ, മരിച്ചവരെ, ആമേൻ, എല്ലാ മേഖലകളിലും നാം കാണുന്നുണ്ട്. എന്തുവാ? ഈ അധികാരം. താൻ ജീവനോട് ഇരുന്നപ്പോൾ പറഞ്ഞു, ആമേൻ, നിങ്ങൾ എന്നെ കൊല്ലും,
പക്ഷെ ഈ മന്ദിരം പൊളിച്ചു, ഞാൻ 3-ാം ദിവസം എന്ത് ചെയ്യും? പണിയും. നിങ്ങൾ എങ്ങനെയൊക്കെ പൊളിക്കാൻ നോക്കിയാലും ഞാൻ പണിയും. അങ്ങനെയാണ് ഇന്ന് രാത്രി പൊളിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിലും അത് കണ്ട് നിരാശപ്പെടാതെ അകത്ത് തിരിച്ചറിയണം, പണിയുന്ന ഒരുവൻ അകത്തിരിപ്പുണ്ട്. പണിയുന്ന ഒരുവൻ അകത്തിരിപ്പുണ്ടെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പൊളിക്കാൻ നോക്കിയാലും അത് കണ്ട് നിരാശപ്പെട്ടു പോകരുത്. പണിയുന്നവന്റെ സാന്നിധ്യത്തെ ആത്മാവ് തിരിച്ചറിയണം. ആരിത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അവരുടെ മേൽ അസാധാരണമായ ദൈവശക്തി ഇറങ്ങിയിട്ടുണ്ട്. പഴയ നിയമത്തിലും നമുക്ക് കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. യോബിന്റെ കുടുംബത്തിൽ ഒരിക്കൽ പിശാചു വന്നു. ചുമ്മാ ഒന്നുമല്ല അവൻ ഭക്തനായിരിക്കുന്നതെന്ന് പറഞ്ഞു, അല്ലേ? നമുക്കറിയാം. പൊളിക്കാൻ നോക്കി, പൊളിച്ചാൽ എന്ത് ചെയ്യും? അവൻ തള്ളി പറയും, അവന്റെ ഭക്തി ഉപേക്ഷിക്കുന്നൊക്കെ പറയും. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞു, നീ എന്നാ പൊളിച്ചോ. പൊളിക്കാൻ തുടങ്ങി. ഓരോന്ന് പൊളിച്ചു. പൊളിക്കും തോറും, അല്ലേ, തൻ്റെ സമ്പത്ത്, മക്കൾ, ആടുമാടുകൾ, ദാസിദാസന്മാർ, സ്വന്തം ശരീരം എല്ലാം പൊളിക്കുമ്പോഴും തനിക്കറിയാം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി തന്നെ എൻ്റെ ദേഹം ഇങ്ങനെ പൊളിഞ്ഞാലും ഇങ്ങനെ ദ്രവിച്ചാലും ദേഹസഹിതനായി എൻ്റെ പ്രിയനെ കാണും. പണിയുന്നവനെ അവൻ തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ വന്ന തകർച്ച കണ്ടുകൊണ്ട് നിരാശപ്പെട്ട് പതറി ഭാരപ്പെട്ടിരിക്കാനല്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് പണിയുന്നവനെ നാം തിരിച്ചറിഞ്ഞ് ആ പണിയുന്നവന് വേണ്ടി ആമേൻ അധികാരത്തോടെ നാം പറയാൻ തുടങ്ങിയാൽ ആ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യാനിടയാണ്. അമ്മേ, ശരീരത്തിലാണോ രോഗമാണോ? അയ്യോ രോഗമാ, ക്ഷീണമാ, വയ്യ, നീ പണ്ടത്തെ പോലൊന്നും പറ്റില്ല, പ്രായമായില്ലേ, രോഗമായി, ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ അവിടെ തന്നെ ഇരിക്കും. നാം വിതയ്ക്കുന്നതാണ് നാം കൊയ്യുന്നത്. ആമേൻ. പണ്ടൊക്കെ ആയിരുന്നു, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, ആമേൻ എന്ന് പഴയ കാലത്തെ ഊറ്റം കൊള്ളുന്നവരുണ്ട്. നോ, അതിനപ്പുറം ആമേൻ ഇപ്രകാരം വിളിച്ചു പറയണം. ബാല്യക്കാർ പലരും ക്ഷീണിച്ചു പോകും, യൗവനക്കാർ പലരും ഇടറി വീഴും. പക്ഷെ ഞാൻ ദൈവസന്നെ കാത്തിരിക്കുകയാ, ഉപവാസത്തോടെ കാത്തിരിക്കുക. ഇന്നലകളിൽ എന്നെ ക്ഷീണിപ്പിച്ച, എൻ്റെ മനസ്സിനെ ക്ഷീണിപ്പിച്ച, എൻ്റെ ശുശ്രൂഷയെ ക്ഷീണിപ്പിച്ച, എൻ്റെ യാത്രയെ ക്ഷീണിപ്പിച്ച ഈ മേഖലകളിൽ ഞാൻ തിരിച്ചറിഞ്ഞ് ഈ രാത്രി ഞാൻ ശക്തിയെ പുതുക്കി എന്നെ ക്ഷീണിപ്പിക്കുന്ന നുകങ്ങളെ ഞാൻ കുടഞ്ഞു കളയുമെന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ അവരിലൂടെ ദൈവശക്തി വ്യാപരിക്കത്തുള്ളൂ. അങ്ങനെ അവർക്ക് വേണ്ടിയ ദൈവശക്തി വ്യാപരിക്കത്തുള്ളൂ. അറിഞ്ഞ കർത്താവെ സഹായിക്കണേ, നീ കാണുന്നില്ല കർത്താവ്, നീ സഹായിക്കണം കർത്താവ്. എപ്പോഴും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലൊന്നും ദൈവപ്രവൃത്തി കാണത്തില്ല. ദൈവപ്രവൃത്തി കാണണമോ? വിശ്വാസം വാക്കുകളായി പറയുക. വിശ്വാസം വാക്കുകളായി പറയുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കുവാൻ ഇടയാകും. ഞാൻ ഓടിച്ചു പോകാം, ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ അതിലേക്കൊന്നും പോകുന്നില്ല. ഒത്തിരി അധികാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. നമ്മുടെ ചിന്താവിഷയം ഇങ്ങനെയാണ്. എന്താ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ട് അത്രയും സംസാരിച്ചത്. പക്ഷേ ഈ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ശിഷ്യന്മാർക്കൊന്നും അത്ര അങ്ങോട്ട് ഉറപ്പില്ലായിരുന്നു. യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നാം കാണുന്നുണ്ട്, ഇവരെല്ലാം എന്ത് ചെയ്തു? എല്ലാവരും മാളത്തിൽ ഒളിച്ചു, അല്ലേ? എല്ലാവരും എന്ത് ചെയ്തു? മാളത്തിൽ ഒളിച്ചു. കാരണം അവരുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു പോയി. എന്താ പ്രതീക്ഷ? ആമേൻ, ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കർത്താവ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. അവരെ പിടിച്ച് യഹൂദന്മാരെല്ലാം കൂടെ ക്രൂശിച്ചു. ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. എന്ത് ചെയ്യാനാ? ആമേൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാം കാണുന്നത്, ആമേൻ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ രണ്ട് സഹോദരിമാർ ചെന്ന് രണ്ട് സഹോദരിമാർ ചെന്ന് കല്ലറയ്ക്കൽ ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റുമെന്ന് ചിന്തിച്ചു പോകുമ്പോൾ നാം കാണുന്നു, അവർ കല്ലറയുടെ വാതിക്കൽ എത്തിയപ്പോൾ കല്ല്, ആമേൻ, പ്രൈസ് ഗോഡ്, അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ പോയി ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് വന്നു. അവർ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നോക്കി. അവർ വന്ന് കല്ലറയെ കണ്ടു, പഴുതുണിക്കെട്ടും റൂമാലും കണ്ട് അവരെന്ത് ചെയ്തു? മടങ്ങിപ്പോയി. എന്താ സംഭവിച്ചെന്ന് പോലും അവർക്കറിയത്തില്ല. അവർ ശിഷ്യന്മാർ വീട്ടിലേക്ക് പോയി. എന്നാൽ ഈ സഹോദരിമാർ പോകാൻ തയ്യാറായില്ല. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആമൻ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. ആ പഴന്തുണിക്കെട്ട് കിടന്ന സ്ഥലത്ത് ഇതാ വെള്ള വസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ, ഒരുത്തൻ കാൽക്കലും ഒരുത്തൻ തലക്കലും ഇരിക്കുന്നത് കണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടൊരു ഞാൻ കാര്യം വിളിച്ചു പറയാം. ഇന്നലകളിൽ കർത്താവിന്റെ മാർവോട് ചേർന്നിരുന്ന ശിഷ്യൻ, ഒന്നാമനായ ശിഷ്യന്മാർ പലരും വീട്ടിലേക്ക് പോയപ്പോൾ ആമൻ കെട്ടുകഥ പോലെ ആമൻ തോന്നി. അവർ വീട്ടിലേക്ക് പോയപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് കാണണം, അവന്റെ ഡെഡ് ബോഡി ആണെങ്കിലും
ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് കടന്നു വന്ന സഹോദരിമാർ കുനിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് പഴന്തുണിക്കെട്ടും റൂമാലുമല്ല, അവരുടെ പ്രാർത്ഥനയുടെ മറുപടി അവർ കണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്, അവൻ ഇന്നലകളിൽ കേട്ട ഒരു പഴങ്കഥ പോലെ അല്ലെങ്കിൽ കേട്ട അറിവിനൊത്തു പോകാനുള്ളതല്ല ഈ നാമം, ഈ വിശ്വാസം, മറിച്ച് ഇത് അനുഭവിക്കാൻ കഴിയണം. എനിക്ക് മാറണം, എൻ്റെ അവസ്ഥ മാറണം. എന്നും ഞാൻ ദൂത് ഇരിക്കുന്നവനായിട്ടല്ല, ഇന്ന് രാത്രി ആ ദൂതിന്റെ നിവർത്തി എനിക്ക് പ്രാപിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്നോ രണ്ടോ വ്യക്തി ആയാലും മതി, അവരിലേക്ക് ദൈവശക്തി ഇറങ്ങും. അവരെ കർത്താവ് തൊടും, അവരിലേക്ക് ദൈവശക്തി ഇറങ്ങും, അവരാള് മാറിയവളായി മാറും. ഹല്ലേലൂയ. പിന്നീട് നാം കാണുന്നു, ആമേൻ, അവളെ പറയുന്നുണ്ട്, ദൂതനോട് പറയുന്നു അല്ലേ, ആമേൻ. പിന്നീട് പിന്നോക്കം തിരിഞ്ഞ് നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു. അങ്ങനെയാണ് ഇന്ന് രാത്രി തിരിച്ചറിയണം. ആമേൻ, ആമേൻ. ദൈവശക്തി ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അപ്പോസ്തലർ പിന്നീട് നാം കാണുന്നുണ്ട്, മാളത്തിൽ ഒളിച്ച് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പേടിച്ചിരുന്നവരെയൊക്കെ വന്ന് കാണിച്ചു, കൈ തൊട്ട് നോക്കാൻ പറഞ്ഞു. ആദ്യം ഭൂതമാണെന്നൊക്കെ തോന്നി, തൊട്ട് നോക്കിക്കോളാൻ പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു. അതിനുശേഷം യേശു പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അവർ പറഞ്ഞതുപോലെ കാത്തിരുന്നവർ നടുവിലേക്ക് എങ്ങനെ വന്നു? ദൈവശക്തി ഇറങ്ങി വന്നു. ആ നാമത്തിൽ കാത്തിരുന്നവരുടെ നടുവിലേക്ക് ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ 11 എഴുന്നേറ്റ് നിന്ന് പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഒന്നിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, അന്യഭാഷകളിൽ സ്തുതിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. കടന്നു വന്നവരിൽ എത്ര പേരാ രക്ഷിക്കപ്പെട്ടെ? 3000 പേർ ഒറ്റ പ്രസംഗത്തിൽ എന്ത് ചെയ്തു? നേരത്തെ ഒരു സ്ത്രീയുടെ മുമ്പിൽ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ലെന്ന് ആണയിടാനും പ്രാകാനും വിശ്വാസത്തിന് വിരുദ്ധമായ വാക്കുകൾ പറഞ്ഞ പത്രോസിന്റെ അധരത്തിന്റെ മേൽ ആത്മശക്തി വന്നപ്പോൾ അവനിലൂടെ ദൈവമഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്ന അവിശ്വാസമോ നിരാശയാണോ മനം മടുത്തുപോയ സാഹചര്യമാണോ, ഈ രാത്രി തിരിച്ചറിയ നമ്മുടെ മേലൊരു അഭിഷേകമുണ്ട്, നമ്മുടെ മേലൊരു വാഗ്ദത്വമുണ്ട്, നമ്മുടെ കുടുംബത്തിന്റെ മേലൊരു വാഗ്ദത്വമുണ്ട്, നമ്മുടെ സഭയെക്കുറിച്ച് ദൈവത്തിനൊരു വാഗ്ദത്വമുണ്ട്. ആ വാഗ്ദത്വം നിവർത്തിക്ക് വേണ്ടി ഈ രാത്രി ആരെഴുന്നേൽക്കും അവരെയാണ് ദൈവാത്മാവ് ഉപയോഗിക്കുന്നത്. അവരിലൂടെയാണ് ദൈവാത്മാവിന്റെ മഹത്വവും പ്രവൃത്തിയും വെളിപ്പെടുത്തുന്നത്. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ ഓടിച്ചു പോകാം. ആമേൻ. വേഗത്തിൽ പറഞ്ഞു വിടാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ. പ്രൈസ് ഗോഡ്. പേടിച്ചിരുന്നവരെ കൊണ്ട് ദൈവം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. നേരത്തെ മരണത്തെ പേടിച്ച ഈ 12 ശിഷ്യന്മാരിൽ ഒരാൾ പോയല്ലോ അല്ലേ? എന്നാലും ഈ ശിഷ്യന്മാരെല്ലാവരും മരിച്ചത് എങ്ങനെയാണെന്നറിയാം? ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്തായിരുന്നു? രക്തസാക്ഷികളാവും. എന്താ അവരുടെ മരണത്തോടുള്ള പേടി പോയേ? അവർ തിരിച്ചറിഞ്ഞു, മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. കണ്ണുകൊണ്ട് കണ്ടതാ. എന്തവര് കണ്ടു? ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ കൂടെ നടന്ന, 3.5 വർഷം കൂടെ ഉണ്ടായിരുന്നവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കി. ആമേൻ. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, ഒരു മനുഷ്യക്കോലമാണോ എന്ന് തോന്നുമാറ് വിരൂപനാക്കി തീർത്തു. ആടിച്ചു, പൊളിച്ചു. പക്ഷെ അന്നേ അവൻ പറഞ്ഞു, ഈ മന്ദിരം പൊളിച്ചു, ഞാൻ പണി. അത് അവർക്കറിയായിരുന്നു. ഈ ശിഷ്യന്മാർക്ക് അറിയത്തില്ലെങ്കിലും അവിടുത്തെ പ്രമാണിമാർക്കറിയായിരുന്നു. അതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ആ ചതിയൻ ജീവനോട് ഇരുന്നപ്പം ചിലതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കാരാഗ്രഹം നല്ലതുപോലെ എന്ത് ചെയ്യണം? വായിച്ചിട്ടില്ലേ അല്ലേ? ആ ചതിയൻ ജീവനോട് ഇരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ കാരാഗ്രഹം എന്ത് ചെയ്യണം? നന്നായിട്ട് സൂക്ഷിക്കണം. ആമേൻ. സൂക്ഷിക്കണം. അവർ നന്നാല് ചേവകരെ കൊടുത്ത് സൂക്ഷിച്ചു. പക്ഷേ കാരാഗ്രഹത്തെ പൊളിച്ചവൻ പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയണം, നമ്മുടെ അകത്തും ഇരിക്കുന്നത് ഈ അഭിഷേകമോ. ഏത് അഭിഷേകം? യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഇരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് എവിടെയാണോ നമ്മളെ ഒതുക്കുന്നത്, ഏത് വിഷയത്തിലാണോ നമ്മളെ തളർത്തുന്നത് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ കുടയാൻ തയ്യാറാകും. നമുക്ക് കൂടിപ്പോയ കൈയടി മാത്രം. പക്ഷെ സ്പിരിച്വൽ ആത്മമണ്ഡലത്തിൽ കാണണം, എനിക്കെതിരെ നിൽക്കുന്ന തടസ്സം എന്താണ്, എൻ്റെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന തടസ്സം എന്താണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തിൽ ചവിട്ടാൻ മെതിക്കാൻ ദൈവം തന്ന അധികാരം നമ്മൾ ഉപയോഗിക്കണം. അതാണ്, ഈ അധികാരമാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തത്. സ്വർഗത്തിലും ഭൂമിയിലും
സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തന്നോ? തന്നോ ഇല്ലയോ? പറ. എന്നിട്ട് അധികാരം ഉപയോഗിക്കുന്നുണ്ടോ? സ്വർഗത്തിലും അധികാരം തന്നിട്ടുണ്ട്, ഭൂമിയിലും അധികാരം തന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. നമ്മൾ ഉപയോഗിക്കും. നമ്മൾ വാഴുമോ? വാഴും. എന്ന് വാഴും? മാർത്തയുടെ വിശ്വാസം നമുക്ക് വാഴും. നിന്റെ സഹോദരൻ ഉയർക്കും, നിനക്ക് വിടുതൽ ഉണ്ടാകും, നിന്റെ അവസ്ഥ മാറും. നിന്റെ സഹോദരൻ നിന്റെ മരിച്ച വിഷയം ഉയർക്കാൻ പോവുക. ആ ഉയർക്കും കർത്താവ്, ഉയർക്കും, വാഴും, രാജ്യത്തെ വാഴും, യേശുവിനോട് കൂടെ വാഴും, പ്രപഞ്ചത്തെ വാഴും. എന്ന് വാഴും? ഒടുവിൽ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, പുനരുത്ഥാനം പ്രാപിച്ചു വരുമ്പോൾ യേശുവിന്റെ കൂടെ ഞങ്ങൾ അങ്ങ് പറഞ്ഞേ. ഇതാരുടെ വിശ്വാസം? അത് വാഴും. പുനരുത്ഥാനം പ്രാപിക്കട്ടെ, യേശു വരുമ്പോൾ ഉയർക്കും. അത് 100% ഉയർക്കും. പക്ഷെ അങ്ങനെ വാണാൻ മതിയോ? അങ്ങനെ ഉയർത്താൻ മതിയോ? പറയാം, നിന്റെ സഹോദരനെ ഉയർത്തെഴുന്നേക്കും. അപ്പൊ അവിടെ പറയുകയാണ്, ഉയർത്തെഴുന്നേക്കും, വിടുതലൊക്കെ ഉണ്ടാകും, മാറ്റമൊക്കെ ഉണ്ടാകും. എന്നാ മാറ്റം ഉണ്ടാകുന്നത്? പിന്നെ ഇതങ്ങ് പോകുമ്പോഴത്തേന് ഇതെല്ലാം മാറും. ഈ രോഗമൊക്കെ മാറും. എപ്പം മാറും? ഇത് ചിലർ പറയാറില്ല, എന്നെയും കൊണ്ട് ഇത് ഇന്ന് രാത്രി അത് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. പക്ഷേ ഈ രാത്രി തിരിച്ചറിയണം, യേശുവിൻ്റെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മിലൂടെ ഈ ദൈവശക്തി വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണ്. നാളുകളായി നമ്മളെ മാനസികമായോ ശാരീരികമായോ ആരോഗ്യപരമായോ സാമ്പത്തികമായോ ഏത് മേഖലകളിലാണ് നമ്മെ തളർത്തി ഇടുന്നെന്ന് തിരിച്ചറിയണം. അത് നമ്മുടെ മനസ്സിനകത്തുണ്ടാക്കിയ വിഷമം, ഭാരം, നിരാശ, ഭീതി, ആധി, അസമാധാനം, അസ്വസ്ഥത തിരിച്ചറിയണം. ആ അസ്വസ്ഥതകളെ ആത്മാവിൽ ആദ്യം കുടഞ്ഞു കളയണം. എൻ്റെ മനസ്സിനകത്ത് നിരാശ കൊണ്ടുവന്ന്, ഭാരം കൊണ്ടുവന്ന്, ഭയം കൊണ്ടുവന്ന്, ഭീതി കൊണ്ടുവന്ന് എൻ്റെ സ്വസ്ഥതയെ കെടുത്തുന്ന ഇരുളിന്റെ മേഖലയെ നോക്കി, അതിനെ നോക്കി ആത്മാവിൽ കുടഞ്ഞു കളയാൻ തയ്യാറുണ്ടെങ്കിൽ ആരും ഓടിക്കാതെ ചില ദുഷ്ടശക്തി ഈ രാത്രി ആത്മമണ്ഡലത്തിൽ പുറത്തു പോകുമെന്ന് വിശ്വസിക്കുന്നവർ കരം തട്ടി അധരം തുറന്ന് ആത്മാവിനൊന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ. ആമേൻ. ഈ രാത്രി ചിലരുടെ ശരീരത്തിൽ തിരിച്ചറിയത്തക്ക നിലയിൽ ഒരു ദൈവശക്തി ഇറങ്ങുന്നത് ആത്മാവിൽ കണ്ട് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തോട്ടെ. പച്ച ഷാലിട്ടിരിക്കുന്ന പറഞ്ഞു, ഒരു വലിയ ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകണം. കുടുംബത്തിനകത്തൊരു ദൈവശക്തിയെ സ്വീകരിക്കാൻ തയ്യാറാകണം. നാളുകളായി ദൂതുണ്ട്, വാഗ്ദത്വം ഉണ്ടെങ്കിലും ആ പരിധിക്കപ്പുറം കയറാതെ നിൽക്കുന്ന തടസ്സങ്ങളെ ആത്മാവിൽ കണ്ട് എനിക്ക് അതിനകത്തുനിന്ന് പുറത്തു വരണമെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ എഴുന്നേൽക്കാൻ തയ്യാറാകണം. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നീ എൻ്റെ ദീപത്തെ, നീ എൻ്റെ അന്ധകാരത്തെ ഏറ്റെടുക്കണം കേട്ടോ. ആമേൻ. ദീപം കത്തിയാൽ അന്ധകാരം പ്രകാശമാകും. അന്ധകാരം പ്രകാശമാക്കിയാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മതിൽക്കെട്ടുകൾ എനിക്ക് കാണാം, അല്ലേ? അന്ധകാരം പ്രകാശമാക്കിയാൽ പടക്കൂട്ടത്തെ എനിക്ക് കാണാം. അന്ധകാരം പ്രകാശമാകാതിരുന്നാലോ മുമ്പിൽ നിൽക്കുന്ന പടക്കൂട്ടത്തെ എനിക്ക് കാണത്തില്ല, മുൻപിലുള്ള തടസ്സങ്ങളെ എനിക്ക് കാണത്തില്ല. ഈ മതിലിനകത്ത് കടന്ന് ഞാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ആമൻ വെളിച്ചം എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നാൽ എൻ്റെ മുൻപിലുള്ള അന്ധകാരം പ്രകാശമാകിയാൽ എനിക്കറിയാം എൻ്റെ മുമ്പിതേ മതിൽ പോലെ ഇത് നിൽക്കുന്നു. ഞാൻ എങ്ങനെ പോയാലും ഇങ്ങനെ നിൽക്കും, ഇടിച്ചിടിച്ച് നിൽക്കും. അങ്ങോട്ട് പോയാൽ എനിക്ക് വഴിയില്ല. പക്ഷെ വെളിച്ചം വന്നാൽ എനിക്കറിയാം, ദേ ഇതിലെ വഴി കിടപ്പുണ്ട്. ഞാൻ ഇതിനകത്തു നിന്ന് പുറത്തു വരുന്നത് പോലെ ഈ രാത്രി നാളുകൾ ആമേ ശത്രു കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ചില ബൗണ്ടറികളെ ആമേ ആത്മാവിൽ കണ്ട് ചിലതിനെ ആത്മാവിൽ പൊളിക്കാൻ കഴിയുന്ന ദൈവശക്തിയെ സംഭരിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് ചില വഴികൾ ദൈവം തുറന്നു തരും. ആമേൻ. മറിച്ച് ഇതിനകത്ത് കർത്താവേ വഴി തുറക്കണേ, വാതിൽ തുറക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ ശക്തി നമ്മിലൂടെ വെളിപ്പെടത്തില്ല. ഈ ശക്തി നാം തിരിച്ചറിയണം, നമ്മുടെ അകത്തിരിപ്പുണ്ട്. ഇങ്ങനെ ഒഴിച്ചു പോകാം. ആമേൻ. വേഗത്തിൽ പോകാം. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. രണ്ടാമത്തേത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ചരിത്ര ഭാഗമാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ ഏത് നാമത്തിലാണ്, ഏത് ശക്തിയിലാണ് ഇത് ചെയ്യുന്നത്? ആരോട് ചോദിക്കുന്നത്? ആമേൻ. യേശുവിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ. ഏത് ശക്തിയിലാണ് നിനക്ക് ഈ അധികാരം? എവിടുന്ന? ആരാ തന്നെ? ഇന്നയാള് തന്നതെന്ന് പറയാൻ നിന്നില്ല, താൻ അത് തെളിയിച്ചു കൊടുത്തു. ആമേൻ. ഇവിടെ സംഭവിച്ചതാ. ഈ നിസാര മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം നിങ്ങൾ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? എന്താ ഉപകാരം? ഏത് മനുഷ്യനുണ്ടായ? 3-ാം അധ്യായത്തിലെ ചരിത്രം കിടക്കുന്നേ. സുന്ദരം എന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ
നടയിലിരിക്കുന്ന അമ്മയുടെ ഉദരം മുതൽക്ക് തന്നെ മുടന്തനായ ഒരു ഭിക്ഷക്കാരൻ, ആ ഭിക്ഷക്കാരനെ കണ്ടുമുട്ടി. ആരാ? പത്രോസും യോഹന്നാനും. കേൾക്കണേ, പത്രോസും യോഹന്നാനും. എല്ലാരോടും ചോദിക്കുന്നത് പോലെ ഈ മുടന്തനായ ഭിക്ഷക്കാരൻ ആരോട് ചോദിച്ചു? പറ. പത്രോസിനോടും യോഹന്നാനോടും. എന്ത് ചോദിച്ചു? വല്ലതും കിട്ടും. എന്താ വല്ലതും? എല്ലാരും കൊടുക്കുന്നത് പോലെ എന്തെങ്കിലും കൊടുക്കുന്ന ആര് ചിന്തിച്ചു? ഭിക്ഷക്കാരൻ ചിന്തിച്ചു. ആമേൻ. പത്രോസും യോഹന്നാനും ചിന്തിച്ചു, ദൈവമേ, എല്ലാരും കൊടുക്കുന്നത് പോലെ കൊടുക്കാനുള്ളത് ഞങ്ങൾക്ക് ഇല്ല. അതാ നമ്മുടെയും പ്രശ്നം. അവർ കൊടുക്കുന്ന പോലെ കൊടുക്കാനൊന്നും നമ്മുടെ ഇല്ല. അവർ കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ നമ്മുടെ ഉണ്ടായിരുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് പറയാം കൊടുത്തേനെ. ഇതാ ഇന്നത്തെ നമ്മുടെയും പ്രശ്നം. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, അവർക്കില്ലാത്തത് ഒന്ന് നമുക്കുണ്ട്. അവർക്കില്ലാത്തത് ഒന്ന് നമുക്കുണ്ടെന്ന് എന്ന് നാം തിരിച്ചറിയുന്നുവോ, അവരിലൂടെ ആ ദൈവശക്തി വെളിപ്പെട്ടു വരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ പ്രശ്നം എന്തുവാ? ആമേൻ, അവർക്കുള്ളതൊന്നും നമുക്കില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടും. ഇന്ന് ദൈവസഭയുടെ പ്രശ്നം അതല്ലേ? അവരുള്ളതുപോലെ അവർക്കുള്ളതുപോലെ നമുക്ക് വീടില്ല, വസ്തുവില്ല, അല്ലെ ആലയമില്ല, അല്ലെ ജോലിയില്ല, അല്ലെ വരുമാന മാർഗമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മക്കളൊന്നും വിദേശത്തില്ല. അവർക്കുണ്ട്, അവർ കൊടുത്തോണ്ടിരിക്കുമായിരുന്നു, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു, ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ് ഇന്ന് സഭയായിരിക്കുകയാ. പക്ഷെ സഭയുടെ ദൗത്യം അതല്ല. നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന അധികാരം ചില രോഗികളെ സൗഖ്യമാക്കണം, ചില മുടന്തരെ എഴുന്നേൽപ്പിക്കണം, ചില ക്ഷീണിച്ച് കിടക്കുന്നവരെ എഴുന്നേൽക്കണം. ആമേൻ. ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുക, മറ്റാർക്കും ഇല്ലാത്തത് ഒന്ന് നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ഈ വചനത്തിന്റെ ചൂടടിക്കുന്നുണ്ടെങ്കിൽ, ഈ വചനത്തിന്റെ ചൂട് നമ്മുടെ ശരീരത്തിൽ ആത്മാവിൽ തിരിച്ചറിയത്തക്ക നിലയിൽ അടിക്കുന്നുണ്ടെങ്കിൽ, ആ വാഗ്ദത്തത്തിലേക്ക് നമ്മെ വിടാതെ നാളുകളായി തടുക്കുന്ന ചില തടസ്സങ്ങളെ ആത്മാവിൽ കണ്ട് ഇന്ന് രാത്രി കുടഞ്ഞ ചിലത് നിന്റെ കാൽക്കൽ വീഴാനിടയാകും, ചിലതിനെ നീ ചവിട്ടി മെതിക്കാൻ ഇടയാകും, ചിലതിന്റെ മേൽ നീ ജയത്തോടെ മുന്നേറാൻ ഇടയാകും. ഈ രാത്രി അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ അധരം തുറന്ന് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ഈ രാത്രിയും ആത്മശക്തി നമ്മിലൂടെ നമുക്ക് വേണ്ടി നമ്മുടെ തലമുറയിൽ നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണ്. ചിലർ പറയാനുണ്ട്, എന്നും ഒരേ ദൂതാ പാസ്റ്ററെ. കഴിഞ്ഞ പ്രാവശ്യം വന്ന ദൈവദാസൻ പറഞ്ഞ അതേ ദൂത് തന്നെ ഈ പ്രാവശ്യം. മണ്ടു എല്ലാരും ഇത് തന്നെയാ പറഞ്ഞു. യോ, അങ്ങനെ കേട്ടോണ്ടിരിക്കാനല്ല പറഞ്ഞു. ഇന്നലകളിൽ കേട്ടത് കൈവശമാക്കാൻ തയ്യാറാകണം. ഇന്നലകളിൽ കേട്ട ദൂത് വിശ്വാസത്താൽ സ്വീകരിക്കാൻ ഇടയാകണം. അതിനെ തടുക്കുന്നത് എന്താണെങ്കിലും ആത്മാവിൽ കണ്ടതിനെ കുടഞ്ഞു കളയണം. ആമേൻ. പ്രൈസ് ഗോഡ്. കുറിച്ച് പോവാം അല്ലേ? ആമേൻ. ഇവർക്ക് ഈ മനുഷ്യനുണ്ടായ ഉപകാരം നാട് മുഴുവൻ ഇളകി. 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു. എന്താ കാണുന്നേ? 4-ന്റെ 1-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 4-ന്റെ 1. പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകന്മാർ. ആരൊക്കെയാ വരുന്നത്? 1 പുരോഹിതന്മാരുടെ കൂട്ടം. എവിടുത്തെ പടനായകന്മാരാ? ദേവാലയത്തിലും ആരുണ്ട്? ഇപ്പം ദേവാലയങ്ങളെല്ലാം കാണുന്നത് എന്താ? പടനായകന്മാരെയാണ് കാണുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിക്കാനായിട്ട് പടത്തലവന്മാരുടെ കൂട്ടമാണ് പലയിടത്തും. വാക്കുകൾ കൊണ്ടുള്ള അധികാരം, കായിക ശക്തി കൊണ്ടുള്ള അധികാരം, സ്വാധീനം കൊണ്ടുള്ള അധികാരം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പല സഭകളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല, ദൈവശക്തി വെളിപ്പെടുന്നില്ല. ദൈവശക്തി വെളിപ്പെടണമെങ്കിൽ ഈ രാത്രി നാം തിരിച്ചറിയണം, നമ്മിലൂടെ ഈ അഭിഷേകം ചലിക്കാൻ തയ്യാറാകണം. ഈ അഭിഷേകം നമ്മിലൂടെ ചലിക്കാൻ തയ്യാറാണെങ്കിൽ വ്യാജം കാണിച്ചു വരുന്ന അനന്യാസുമാർ ചിലത് വീഴുവാനിടയാകും. അനന്യാസിനെതിരെ കൈക്കരുത്ത് കാണിക്കേണ്ട കാര്യമില്ല. ഇത്രയ്ക്കോ നീ വിറ്റതെന്ന് ചോദിച്ചപ്പോൾ തന്നെ വ്യാജം കാണിച്ച അനന്യാസ് എന്ത് ചെയ്തു? നിലത്ത് വീണ് മണ്ണ് വിട്ടു അല്ലേ? കൂടെ വന്ന അമ്മാമ്മ അല്ലേ? ആരാ? സഫീറ. ആന്റിയും എന്ത് ചെയ്തു? കണ്ടോ? ആത്മാവിനോട് വ്യാജം കാണിച്ചപ്പോൾ അവർ വീണു മരിച്ചപ്പോൾ മറ്റൊരു അനന്യാസിനെ
ബൈബിളിൽ കാണുന്നുണ്ട്. ആ 9 എടുത്ത് വായിക്കണ്ട. മറ്റൊരു അനന്യാസ്, ദമസ്കൂസിൽ ഒരു അനന്യാസ്, ദർശനമുള്ള ഒരു അനന്യാസ്, പ്രാർത്ഥിക്കുന്ന ഒരു അനന്യാസ് അവൻ ദമസ്കൂസിൽ ഉണ്ടായിരുന്നു. അവൻ ദർശനത്തോടെ, ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ നിന്നപ്പോൾ നാളുകളായി ദൈവസഭയുടെ സമാധാനത്തെ, സ്വസ്ഥതയെ കെടുത്തിയ, കടിച്ചു കീറുന്ന ചെന്നായി പോലെ വിഹരിച്ചു കൊണ്ടിരുന്ന ശൗല്, അനന്യാസ് പ്രാർത്ഥിക്കുന്ന ദമസ്കോസിന്റെ പടിവാതിൽക്കൽ കുതിരപ്പുറത്തും താഴെ വീണു. ദൈവസഭയെ മുച്ചോടെ മുടിച്ചു കളയാൻ അധികാരം മേടിച്ച് ആമേൻ, ശക്തി കൊണ്ടും അധികാരം കൊണ്ടും ആൾബലം കൊണ്ടും സ്വാധീനം കൊണ്ടും കുതിരപ്പുറത്ത് കയറി ഓടിക്കൊണ്ടിരുന്ന ആമേൻ പൗലോസ്, ശൗല് പിടഞ്ഞു വീണത് എവിടെയാണെന്നറിയാവോ? ദർശനമുള്ള അനന്യാസിന്റെ നടുവിലാണ്. അങ്ങനെയാണ് ഈ രാത്രി ആമേൻ, ദർശനമുള്ള അനന്യാസിന്റെ നടുവിലാണ്. അങ്ങനെയാണ് ഈ രാത്രി തിരിച്ചറിയണം. എന്ത്? ഈ നാമത്തിലൊരു ശക്തിയുണ്ട്. നാമം ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ആമേൻ എന്നെ ഉപദ്രവിക്കുന്നേ? ഉടനെ പറഞ്ഞു, ആരാ എന്നെ ഉപദ്രവിക്കുന്നേ? ഉടനെ പറയുന്നുണ്ട്, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ, യേശുവാകുന്നു ഞാൻ, യേശുവാകുന്നു ഞാൻ. അങ്ങനെയാണ് ഈ നാമത്തിനകത്തൊരു ശക്തിയുണ്ട് കേട്ടോ. ഈ നാമത്തിനകത്തൊരു അധികാരമുണ്ട് കേട്ടോ. ഈ നാമത്തിനകത്തൊരു ശക്തിയുണ്ട് കേട്ടോ. നാളുകളായി നമ്മെ ഉപദ്രവിക്കുന്ന, അത് സഭയ്ക്കെതിരെയാകാം, കുടുംബത്തിനെതിരെയാകാം, ആരോഗ്യത്തിനെതിരെയാകാം, വാഗ്ദത്തത്തിനെതിരെയാകാം, നമ്മെ ഉപദ്രവിക്കുന്ന ഏത് തടസ്സമായിക്കൊള്ളട്ടെ, അതിനെ അതിജീവിക്കുന്ന ഒരു ആത്മശക്തി നമ്മുടെ മേലുണ്ട്. ഓക്കെ, നമുക്ക് ഓടിച്ചു പോകാം. അവരുടെ ദൈവാലയത്തിലെ പടനായകന്മാരെ കാണുന്നു. പിന്നെ ആരെ കാണുന്നു? സാധുക്യരെ കാണും. എന്താ സാധുക്യർ? അവര് പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാത്തവരാ. ആമേൻ, ദൈവവചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാത്തവരാ ഈ കൂട്ടം. എന്നിട്ട് നീരസപ്പെട്ടു. അവരെ പിടിച്ച് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി. അടുത്ത ദിവസം നോക്കണേ, അടുത്ത ദിവസം ആയപ്പോ പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും ആളുകൂടി പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും, പരീക്ഷന്മാർ മാത്രമല്ല, ശാസ്ത്രിമാരും സാധുക്യരും മഹാപുരോഹിതന്മാരുടെ കൂട്ടം വന്നു. എത്ര കൂട്ടം നോക്കി കണ്ടോ? മഹാപുരോഹിതന്മാരുടെ കൂട്ടം. എന്നിട്ട് മഹാപുരോഹിതന്മാരുടെ ഒരു വലിയ ഗ്യാങ് തന്നെ വന്നിരിക്കുക. ആർക്കെതിരെ? 2 ദൈവദാസന്മാർക്കെതിരെ അല്ലേ? പത്രോസിനും യോഹന്നാനെതിരെ. അവരോട് ഇവരെല്ലാം കൂടെ ചോദിക്കും, നിങ്ങൾ ഏത് നാമത്തിലാണ് ഈ ഉപദേശിക്കുന്നത്? ഏത് നാമത്തിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? അന്നേരം അവർ പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ നസ്രയനായ യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തിൽ മുടന്തൻ എഴുന്നേൽക്കും, ആ നാമത്തിൽ മരിച്ചവർ ഉയർക്കും, ആ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും, ആ നാമത്തിൽ ആമേൻ ചില അധികാരം വെളിപ്പെടുമെങ്കിൽ ഈ ആമേൻ ഒലിവുപ്പുറം ദൈവസഭയിൽ ഉപവാസ പ്രാർത്ഥനയുടെ ആമേൻ 2-ാം ദിവസം 4-ാം സെക്ഷനിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഈ നാമത്തിന്റെ ശക്തി നമ്മിലൂടെ ഈ ദേശത്ത് വെളിപ്പെട്ടാൽ, നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെട്ടാൽ, ചിലർ ദൈവത്തിന്റെ മഹത്വം കാണാനിടയാകും, ചിലർ ദൈവ പ്രവൃത്തി കാണാനിടയാകും. അങ്ങനെയാണ് ഇന്ന് രാത്രി നാം ആഗ്രഹിക്കണം, കർത്താവേ, എന്റെ തലമുറയിൽ, എന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തണം. ഞാൻ നിർത്തുകയാണ്. ഞാനൊരു വാക്ക്, നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാനും കൂടെ ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി തിരിച്ചറിയണം, പ്രൈസ് ഗോഡ്, ആ നാമത്തിൽ അവർ നിൽക്കാൻ തയ്യാറായപ്പോൾ അവരുടെ നിഴലിന് വേണ്ടി വരെ ജനം കുതിക്കാനിടയായെങ്കിൽ ഈ രാത്രി തിരിച്ചറിയ നാമത്തിൽ ശക്തിയുണ്ട്, ഈ നാമത്തിൽ വിടുതലുണ്ട്, ഈ നാമത്തിൽ സൗഖ്യമുണ്ട്. അങ്ങനെയാണ് ഇന്ന് രാത്രി വിശ്വസിക്ക്, നമുക്ക് വേണ്ടി ദൈവശക്തി വെളിപ്പെടുവാനിടയാകും. നമ്മുടെ ബൈബിളൊന്ന് അടച്ചു വെക്കാമോ? അല്പസമയം നമ്മൾ ദൈവസ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ രാത്രി ആ ഒരു ദൈവിക വിടുതൽ എനിക്ക് വേണം, ദൈവശക്തി എനിക്ക് വേണം. നാളുകളായി ഞാൻ ദൂത് കേൾക്കുന്നുണ്ട്, നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നും ഒരു വചനം കേട്ട് പോകാനല്ല, അതിനപ്പുറം ഈ വചനത്തിന്റെ ശക്തി എനിക്ക് വേണ്ടി വെളിപ്പെടണം, ആ വചനത്തിന്റെ ശക്തി എനിക്ക് വേണ്ടി വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളെ അല്പസമയം ഒന്ന് അടയ്ക്കാമോ? കണ്ണുകളൊന്ന് അടച്ച് ശാന്തമായി അല്പസമയം ശാന്തമായി. എനിക്കറിയാം ഈ വചനത്തിന്റെ ചൂട് നിങ്ങളുടെ മേൽ അടിക്കും, വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ അടിക്കും. ശാന്തമായി കർത്താവേ, അങ്ങയുടെ സന്നിധിയോട് അടുത്തു വരുന്നു, അങ്ങയുടെ നാമം ചൊല്ലി അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ
അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കത്തക്ക നിലയിൽ ഇറങ്ങി വരണം. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്ന് വചനത്തിൽ കാണുന്നത് പോലെ, യെസ്, ഇന്ന് രാത്രിയും ആ വചനം കേട്ട അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ അങ്ങയുടെ സാന്നിധ്യം തൻ്റെ മക്കൾക്ക് അനുഭവിക്കത്തക്ക നിലയിൽ ഇറങ്ങട്ടെ. അവരുടെ ശിരസ് മുതൽ പാദം വരെ അനുഭവിക്കത്തക്ക നിലയിൽ ഒരു ദൈവസാന്നിധ്യം ഇറങ്ങുന്നല്ലോ. യെസ് 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 ഈ സമയം തന്നെ അവർ നിൽക്കുന്ന സ്ഥലം മറന്ന ആത്മമണ്ഡലം കാണാൻ, ഒരു ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്നത് പോലെ, ഒരു ദർശനത്തിൽ കാണുന്നത് പോലെ, ഒരു സ്വപ്നത്തിൽ കാണുന്നത് പോലെ ആത്മമണ്ഡലം തന്റെ മക്കൾക്ക് കാണത്തക്ക നിലയിൽ വരട്ടെ. ഇരുള് മൂടിക്കിടക്കുന്ന സ്ഥലത്തേക്ക് വെളിച്ചം അടിച്ചു വരുമ്പോൾ ഇരുളിൽ മറഞ്ഞിരിക്കുന്നത് വ്യക്തമായി കാണുന്നത് പോലെ ഇന്ന് രാത്രി ശരീരം തിരിച്ചറിയത്തക്ക നിലയിൽ ഒരു ദൈവ സാന്നിധ്യം ചിലരുടെ ശരീരത്തിൽ അനുഭവിച്ചറിയത്തക്ക നിലയിൽ ഇറങ്ങി വരുന്നതിന് നന്ദി. അവർക്ക് വിരോധമായി, അവരുടെ ആരോഗ്യത്തിന് വിരോധമായി, അവരിലൂടെ വെളിപ്പെടേണ്ട വാഗ്ദത്തത്തിന് വിരോധമായി മുന്നോട്ട് വിടാതെ, വാഗ്ദത്തത്തിലേക്ക് വിടാതെ പുറകോട്ട് വലിക്കുന്ന ഏത് തടസ്സമാണെങ്കിലും ഈ രാത്രി വചനത്തിന്റെ ചൂട് ചില ശരീരം തിരിച്ചറിയത്തക്ക നിലയിൽ വരുന്നു. യെസ്, ഈ ചൂട് പോലെന്ന് തിരിച്ചറിയുന്നവർ അല്പം വിറക് പറക്കിടാൻ തയ്യാറായിരിക്കൂ. അല്പം കൂടെ വിറക് പറക്കിടാൻ തയ്യാറായിരിക്കൂ. ആ ചൂടൊന്ന് കൂടാൻ തയ്യാറാണെങ്കിൽ ഈ രാത്രി ചിലരുടെ ശരീരത്തിൽ ദൈവശക്തി അനുഭവിക്കത്തക്ക നിലയിൽ ഇറങ്ങും. ഈ രാത്രി ആ സാന്നിധ്യത്തിന്റെ ചൂട് തീക്കകത്ത് മെഴുകുരുകുന്നത് പോലെ, തീ കൊണ്ട് വെള്ളം വെട്ടി തിളയ്ക്കുന്നത് പോലെ ഈ രാത്രിയും ദൈവ സാന്നിധ്യത്തിന്റെ ചൂട് ആത്മതലത്തിൽ അടിക്കുന്നതിന് നന്ദി പറയുന്നു. മറ്റാരും നോക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ സ്വീകരിച്ചോണം, ദൈവശക്തിയെ സ്വീകരിച്ചോണം, ദൈവകൃപയെ സ്വീകരിച്ചോണം. ചിലരുടെ കോട്ടകളെ പൊളിച്ച് ചിലർ പുറത്തു വരും, ചില കോട്ടകളെ പൊളിച്ച് ചിലർ പുറത്തു വരും. കണ്ണിന് മുമ്പിൽ വരുന്നു. ചിലരെ കാറ്റിലാക്കാൻ കഴിയുന്ന, ചിലരെ ചവിട്ടി മെതിക്കാൻ കഴിയുന്ന ആ ഒരു ദൈവശക്തിയാണ്.
Hallelujah.